Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 16. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. ഫോൺ എടുക്കാനായി പടികൾ കയറി മുകളിലേക്ക് പോകുന്ന സജീവനെയും നോക്കി ഒരു നിമിഷം ആലോചിച്ചു നിന്നതിന് ശേഷം കൊച്ചിനെയും എടുത്തുകൊണ്ട് രശ്മിക അവന് പിന്നാലെ ചെന്നു. മനസ്സിൽ തിങ്ങി നിറഞ്ഞ ചില ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മുറിക്കകത്തേക്ക് ചെന്നപ്പോ സജീവൻ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. പൊക്കത്തിരുന്ന് കിച്ചു ചിണുങ്ങാൻ തുടങ്ങിയപ്പോ അവൾ അവനെ താഴെ ഇറക്കി കയ്യിൽ കളിപ്പാട്ടം എടുത്തു നൽകി. കുഞ്ഞ് കളിയിൽ മുഴുകിയതും അവൾ വീണ്ടും സജീവന് നേരെ തിരിഞ്ഞു. ഫോണിൽ സംസാരിച്ചതിനു ശേഷം എന്തോ ആലോചിച്ചും കൊണ്ട് സജീവൻ കിടക്കയിലിരിക്കുകയായിരുന്നു. അവൾ അരികിലേക്ക് ഇരുന്നതും എന്തെന്ന ഭാവത്തോടെ അവൻ മുഖമുയർത്തി. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് പിന്നാലെ ഇനിയും പോകണു സജീവേട്ട, അതൊക്കെ അങ്ങ് മറന്നൂടെ? അവളുടെ ആ ചോദ്യം കേട്ടതും സജീവൻ ഈർഷ്യയോടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. മുഖത്ത് പക നിറഞ്ഞിരുന്നു. തന്റെ ഷർട്ട് പതുക്കെ ഒന്ന് ഉയർത്തിയിട്ട് വയറ്റിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഉണങ്ങിയെന്ന് തോന്നിപ്പിക്കുന്ന ആ വലിയ മുറിപ്പാടിൽ അവൻ വിരലുകൊണ്ട് മെല്ലെ ഒന്ന് തടവി. എന്നിട്ട് വല്ലാത്തൊരു ചിരി ചിരിച്ചു. ആ ചിരി അവളിൽ ഭയം നിറച്ചു കളഞ്ഞു. ഈ മുറിവ് ഇതന്ന് അവളെന്റെ വയറ്റിലല്ല, നെഞ്ചിലാ കോറിയിട്ടത്. മരിക്കുന്നത് വരെ എനിക്കത് മറക്കാൻ സാധിക്കില്ല. അവന്റെ കണ്ണുകളിലെ തീ അവളിൽ ഒരു നെടുവീർപ്പുയർത്തി. ആ കാവ് അത് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? എന്നിട്ട് അവസാനം എന്തായി? ആ കാവിലിരിക്കുന്ന രത്നം എടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും വലിയൊരു മന്ത്രവാദിയെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടോ? ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചില്ല സജീവേട്ട? നമ്മുടെ മോനെ ഓർത്തെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്ത്. അവളുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. രശ്മികയുടെ വാക്കുകൾ രസിക്കാത്ത മട്ടിൽ സജീവൻ പല്ലുറുമി. നിർത്താനോ? എന്തിന്? അവൻ ഒരലർച്ചയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. നിനക്കിവിടെ യാതൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ ഞാൻ. നമ്മുടെ മകനും ഒരു രാജകുമാരനെ പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാ വളരുന്നത്. അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഉപദേശിക്കാനൊന്നും മുതിരണ്ട, കേട്ടല്ലോ? അച്ഛന്റെ പെട്ടെന്നുള്ള അലർച്ചയും ദേഷ്യവും കണ്ട് ഭയന്നുപോയ കിച്ചു വിതുമ്പാൻ തുടങ്ങി. സജീവൻ അതൊന്നും ഗൗനിച്ചതേയില്ല. മകനെ വാരിയെടുത്ത രശ്മിക അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വാതിൽ വലിച്ചടച്ച ശേഷം സജീവൻ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പോലീസ് ജീപ്പിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന് ദേവൻ പുറത്തേക്ക് കണ്ണു നട്ടു. പരിചിതമായ കാറ്റ്, പക്ഷേ കാഴ്ചകൾക്ക് വല്ലാത്തൊരു അപരിചിതത്വം. 6 വർഷം, അതൊരു ചെറിയ കാലയളവല്ലെന്ന് കവലയുടെ പുതിയ മുഖം അവനോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ജീപ്പ് കവലയിലേക്ക് അടുത്തപ്പോ ആദ്യം ദേവന്റെ കണ്ണുകൾ ഉടക്കിയത് കരുണൻ ചേട്ടന്റെ ചായക്കടയിലേക്കാണ്. പുകപിടിച്ച ഭിത്തികളും പഴകിയ മേൽക്കൂരയും ഉണ്ടായിരുന്ന ആ കട ഇന്നില്ല. പകരം ഷട്ടറിട്ട് ടൈൽസ് പാകിയ ഒരു പുതിയ കടയായി അത് മാറിയിരിക്കുന്നു. ആ പഴയ ബെഞ്ചുകളും ഡെസ്കുകളും എവിടെ പോയിട്ടുണ്ടാകും? നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ സാറേ? ഡ്രൈവർ രാജന്റെ ചോദ്യം കേട്ട് ഒരു നെടുവീർപ്പോടെ ദേവൻ മുഖം തിരിച്ച് അയാളെ നോക്കി. വണ്ടി ഒന്ന് ഒതുക്ക്. ദേവൻ പറഞ്ഞതും രാജൻ വണ്ടി കവലയുടെ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. പോലീസ് വണ്ടി കവലയിലേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടതും ചായക്കടയിൽ നിന്നും 2-3 പേര് എത്തി നോക്കി. കൂട്ടത്തിൽ പ്രതീക്ഷിച്ച മുഖവും ഉണ്ടായിരുന്നു വാസുപിള്ള. പോലീസ് ജീപ്പിലിരിക്കുന്ന ദേവനെ കണ്ട് അയാൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവൻ തിരികെ കൈവീശിയതും അയാൾ അഭിമാനത്തോടെ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. ചായക്കടയുടെ വശത്തുകൂടി മുകളിലേക്ക് കയറാനുണ്ടായിരുന്ന പഴയ മരപ്പടികൾക്ക് പകരം ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് പടികളാണ്. ചായക്കടയുടെ മുകളിലെ ഓടുമേഞ്ഞ പഴയ പാർട്ടി ഓഫീസിന്റെ സ്ഥാനത്ത് പുതിയൊരു കോൺക്രീറ്റ് കെട്ടിടം. അതിനു മുന്നിലെ പാർട്ടി ഓഫീസിന്റെ ബോർഡും വിപുലീകരിച്ചിട്ടുണ്ട്. കവലയുടെ ഇരുവശങ്ങളിലുമായി പുതിയ കടകൾ മുളച്ചു പൊന്തിയിരിക്കുന്നു. പണ്ട് കാടുപിടിച്ചു കിടന്ന ഇടങ്ങളിൽ ഇപ്പോൾ ഗ്ലാസ് ഇട്ട ഫാൻസി കടകളും ബേക്കറികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. പോകാം. ദേവൻ പറഞ്ഞതും രാജൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു. രാജന്റെ സ്ഥലം എവിടെയാ? കവല പിന്നിട്ടതും ദേവൻ ചോദിച്ചു. കോട്ടയമാണ് സർ. ഇവിടെ വന്നിട്ടിപ്പോ 2 കൊല്ലം ആകുന്നു. ഞാൻ ഈ കവലയിലെ പണ്ട് ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ആളാ. അറിയാം സർ, വർഗീസ് സാറിനെ പറ്റി പറഞ്ഞായിരുന്നു. വർഗീസ്?
നമ്മുടെ സ്റ്റേഷനിലെ എസ് ഐ ആണ് വർഗീസ് സാർ. ആളുടെ വീട് ഇവിടെ തന്നെയാ. പിന്നീട് അവനൊന്നും ചോദിച്ചില്ല. മുന്നോട്ടു നീങ്ങുമ്പോഴും ദേവന്റെ കണ്ണുകൾ വഴിയിൽ കാണുന്ന മാറ്റങ്ങളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. താനില്ലാത്ത ഈ 6 വർഷം കൊണ്ട് നാട് എത്ര വേഗമാണ് ഓടിപ്പോയതെന്ന ചിന്തയിൽ ഒരു നെടുവീർപ്പ് അവനിൽ നിന്നും ഉയർന്നു. പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡിന് താഴെയായി ബൊലേറോ വന്നു നിന്നതും രാജൻ വേഗത്തിൽ ഇറങ്ങി വന്ന് ദേവന്റെ വശത്തെ വാതിൽ തുറന്നുകൊടുത്തു. തൊപ്പി തലയിൽ വെച്ച് ആത്മവിശ്വാസത്തോടെ ദേവൻ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുതിയ SHOയെ സ്വീകരിക്കാനായി സ്റ്റേഷൻ വരാന്തയിൽ ഉദ്യോഗസ്ഥർ വരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവനെ കണ്ടതും ASI വർഗീസിന്റെ നേതൃത്വത്തിൽ അവർ അവന് സല്യൂട്ട് നൽകി. തിരികെ സല്യൂട്ട് നൽകിയിട്ട് മുഖത്തെ ഗൗരവം വിടാതെ തന്നെ നേരിയൊരു പുഞ്ചിരിയോടെ ദേവനന്ദൻ വരാന്തയിലേക്ക് കയറി. മുന്നിൽ നിന്നിരുന്ന ASI വർഗീസ് മുന്നോട്ട് വന്ന് കൈകൊടുത്തു. അല്പം പ്രായമുള്ള വർഗീസിന്റെ മീശയും മുടിയും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളത്തെ അനുഭവ സമ്പത്തിന്റെ കാഠിന്യം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. വെൽക്കം സാർ, ഞാൻ വർഗീസ്, ഇവിടുത്തെ ASI ആണ്. സാർ, ഇതാ നമ്മുടെ ടീം. ഇത് ലീന, ഇത് രമ്യ, ഇവിടുത്തെ വുമൺ CPOമാരാണ്. മുന്നിൽ നിന്നിരുന്ന അധികം പ്രായമില്ലാത്ത വനിതാ CPOമാരെയാണ് വർഗീസ് ആദ്യം പരിചയപ്പെടുത്തിയത്. ലീനയുടെ മുഖത്ത് ഒരു ബഹുമാനവും രമ്യയുടെ മുഖത്ത് പുതിയ ഓഫീസറെ കുറിച്ചുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ നിന്നിരുന്ന 5 പുരുഷ CPOമാരെ വർഗീസ് ചൂണ്ടിക്കാട്ടി. ഇത് ബാലചന്ദ്രൻ, സ്റ്റേഷൻ റൈറ്ററാണ്. പിന്നെ ഇത് അൻവർ, ഇത് ജോസഫ്, വിനോദ്, സുരേന്ദ്രൻ, നമ്മുടെ ക്രൈം സ്ക്വാഡ് മെമ്പേഴ്സും ജനറൽ ഡ്യൂട്ടിക്കാരുമാണ്. അൻവറും രാജനും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ തന്നെ ഉള്ളവരാ. തികഞ്ഞ അച്ചടക്കത്തോടെ അവർ ഓരോരുത്തരും ദേവനെ നോക്കി പുഞ്ചിരിച്ചു. അൻവർ എന്ന ചെറുപ്പക്കാരനായ പോലീസുകാരൻ ആവേശത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. കൂറ്റൻ ശരീരപ്രകൃതിയുള്ള ജോസഫ് വിനയത്തോടെ കൈകൾ പിറകിൽ കെട്ടി നിന്നു. ബാലചന്ദ്രനും സുരേന്ദ്രനും വിനോദും തങ്ങളുടെ പുതിയ മേലധികാരിയെ ബഹുമാനപൂർവ്വം നോക്കി നിന്നു. എല്ലാവരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്കൊരുമിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ദേവൻ ശബ്ദത്തിലധികം കനം വെക്കാതെ എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ചെറിയൊരു പിരിമുറുക്കം അയഞ്ഞതുപോലെ എല്ലാവരും തലയാട്ടി. വർഗീസ് ക്യാബിന്റെ വാതിൽ തുറന്ന് പിടിച്ചപ്പോ ദേവൻ അകത്തേക്ക് കയറി. അതോടെ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടികളിലേക്ക് തിരികെയും ചെയ്തു. ഇൻസ്പെക്ടറുടെ കറങ്ങുന്ന കസേരയിലേക്ക് ദേവൻ സാവധാനം ഇരുന്നു. മുകളിൽ ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം. മേശപ്പുറത്ത് തിളങ്ങി നിൽക്കുന്ന നെയിം ബോർഡിൽ ദേവനന്ദൻ K SHO എന്ന അക്ഷരങ്ങളിൽ അവൻ വിരലോടിച്ചു. തലയിലെ തൊപ്പി ഊരി മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തെ കവലയിലേക്ക് അവന്റെ നോട്ടം പാഞ്ഞു. അവിടെ സ്റ്റേഷന്റെ മതിലിനപ്പുറത്ത് വെയിലത്ത് കിടക്കുന്ന ഓട്ടോറിക്ഷകളുടെ നിര കാണാം. ഒരു നിമിഷം ഇൻസ്പെക്ടറുടെ മുറിയിൽ നിന്നും ദേവന്റെ മനസ്സ് 6 വർഷം പിന്നിലേക്ക്, ആ കത്തുന്ന വെയിലിലേക്ക് സഞ്ചരിച്ചു. അന്നും ശരീരത്തിൽ കാക്കി ഉണ്ടായിരുന്നു. പക്ഷെ തോളിൽ നക്ഷത്രങ്ങളില്ലാത്ത വിയർപ്പും പൊടിയും പിടിച്ച ഓട്ടോ ഡ്രൈവറുടെ കാക്കി. കല്ലാട്ട് എന്ന പേരെഴുതിയ തന്റെ പഴയ ഓട്ടോറിക്ഷ. പോലീസ് സ്റ്റേഷന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ സവാരി വിളിക്കാൻ കാത്തുനിന്ന ആ പഴയ ദേവൻ. എത്രയോ വട്ടം ഈ സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് ഓട്ടം പോയിരിക്കുന്നു. പരിചയമുള്ള ഓട്ടോ ഡ്രൈവർമാർ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ആ കൂട്ടത്തിൽ കാണും. ഒരിക്കൽ ഓട്ടോ പാർക്ക് ചെയ്തത് ലേശം മാറിപ്പോയതിന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ലാത്തികൊണ്ട് ഓട്ടോയിൽ അടിച്ചതും അത് പ്രശ്നമായതും വാക്കുതർക്കം മുറുകിയപ്പോ തനിക്ക് നേരെ വീശിയ ലാത്തിയിൽ അന്ന് കയറി പിടിച്ചതും ഓർത്ത് അവനൊന്ന് ചിരിച്ചു. ഇന്ന് അതേ ഗേറ്റിലൂടെയാണ് സല്യൂട്ട് സ്വീകരിച്ച് തല ഉയർത്തി കടന്നു വന്നിരിക്കുന്നത്. അന്ന് ഓട്ടോയുടെ ഹാൻഡിൽ മുറുകി പിടിച്ചിരുന്ന കൈകൾ ഇന്ന് സ്റ്റേഷന്റെ അധികാരമുള്ള കസേരയുടെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്നു. ജീവിതം ഏത് ഗിയറിലാണ് മാറിയതെന്ന് ഓർക്കുമ്പോൾ ദേവന് അത്ഭുതം തോന്നി. സ്റ്റാൻഡിൽ നിന്നും ഈ ക്യാബിനിലേക്കുള്ള ദൂരം എത്രയോ ചെറുത്. എന്നാൽ അത് താണ്ടാൻ എടുത്തത് കഠിനമായ 6 വർഷങ്ങളാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിലേക്ക് ചാരുമ്പോഴാണ് വെളിയിൽ പരിചയമുള്ള ഒരു ശബ്ദം കേട്ടത്. പരോളിന്റെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനെ കുറിച്ചാണ് സംസാരം. മറുപടിയായി CPO ബാലചന്ദ്രൻ എന്തോ പറയുന്നുമുണ്ട്. കസേരയിൽ നിന്നും എഴുന്നേറ്റ ദേവൻ ക്യാബിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവിടെ ബാലചന്ദ്രന്റെ ടേബിളിന് മുന്നിൽ നിൽക്കുന്ന ആര്യകത്തെ വിഷ്ണുവിനെ കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് കഴിയുന്നത് പോലെയൊക്കെ അഭിപ്രായങ്ങളും കൂടെ നൽകി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.
See you soon.